Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞു നാമൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതു തലവാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in you. ഹലോ, ഹായ്, വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. ഒരു വീഡിയോ കാണാനിടയായി. ആന്ധ്രയിലെ ബ്രദർ രമേശിനെ കുറിച്ചുള്ളതാണ് ആ വീഡിയോ. ഫിസിക്കലി ഡിസേബിൾഡായ, മുടന്തുള്ള കാലുള്ള, കുറുകിയ കൈയുള്ള, പൊക്കം കുറവുള്ള ഒരു വ്യക്തി. ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ഥലങ്ങളിലൂടെ, താൻ ജനിച്ചു വളർന്ന മണ്ണിലൂടെ, അതിൻ്റെ അയൽവക്കങ്ങളിലൂടെ ഈശോ ആരെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. തനിക്ക് അടികെട്ടിയിട്ടുണ്ട്, പലതവണ ഭക്ഷണമില്ലാതെ നടന്നിട്ടുണ്ട്, പലതവണ വരാന്തകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റോപ്പുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, തല്ലി ഓടിക്കപ്പെട്ടിട്ടുണ്ട്, ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നു, എനിക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം. വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു. 2 മിനിറ്റിന് ശേഷം ആ ഉണ്ടായ മോട്ടിവേഷൻ എന്ത് സംഭവിക്കുന്നു? അതായത് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനുണ്ടായ മോട്ടിവേഷനെ അതിനെന്ത് സംഭവിക്കുന്നു? അങ്ങനെ കേട്ട ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാൻ മടിക്കാത്ത, ഇന്നും ഉള്ളിലെരിയുന്ന കനൽ കെട്ടടങ്ങാത്ത ഒരു പറ്റം യുവജനങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന കുറച്ച് യുവജനങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം അവനെ അനുഭവിച്ചതിൻ്റെ കഥ പറയുന്നത്. ലെറ്റ്സ് വെൽക്കം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ എബൈഡ് യൂത്ത് മിനിസ്ട്രി ടീം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. കാൽവരിയിൽ നഗ്നനായി എനിക്കായി മരിച്ചിടുവാൻ ലജ്ജിച്ചില്ല ഈശോ, എങ്കിൽ എന്നെ നാഥനായി. ഞാനും ലജ്ജിക്കില്ല, എങ്കിൽ എന്നെ നാഥനായി. ഞാനും ലജ്ജിക്കില്ല.
കർത്താവിനായി കൈകൊട്ടിപ്പാടാൻ ലജ്ജയില്ല 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 എൻ്റെ നാഥനായി എനിക്കു ലജ്ജയില്ല കർത്താവിനായി കൈകൊട്ടിപ്പാടാൻ ലജ്ജയില്ല 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 എൻ്റെ നാഥനായി എനിക്കു ലജ്ജയില്ല കാൽവരിയിൽ നഗ്നനായി എനിക്കായി മരിച്ചിടുവാൻ ലജ്ജിച്ചില്ല ഈശോ ലജ്ജിച്ചില്ല ഈശോ എങ്കിൽ എൻ്റെ നാഥനായി ഞാനും ലജ്ജിക്കില്ല ഞാനും ലജ്ജിക്കില്ല എങ്കിൽ എൻ്റെ നാഥനായി ഞാനും ലജ്ജിക്കില്ല ഞാനും ലജ്ജിക്കില്ല എരൂരുരുരുരു ഹേ 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 തന്നാനാ ഹോയ് ഏ തന്നാനാ ഹോയ് നാളെന്നുള്ളിൽ പാട്ട് പാടിടാം Christ in youth. കാരുണ്യവാൻ ഈശോയെ, അങ്ങ് നൽകിയ സമയവും കഴിവുകളും അങ്ങയുടെ സുവിശേഷ വേലയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ എല്ലാ യുവതി യുവാക്കന്മാരെയും മാനസാന്തരത്തിൽ നയിക്കുവാനും പ്രേക്ഷിത വേലയ്ക്ക് തിരഞ്ഞെടുത്തതിനോർത്തുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ശ്രദ്ധയോടെ ഇന്ന് തിരുവചനം ശ്രവിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതൽ 10 വരെയും 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ നിന്ന് എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യെശയ്യാ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. കാരുണ്യവാൻ ഈശോയെ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനോർത്ത് നന്ദി പറയുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ആ വചനം ശ്രവിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും പ്രേക്ഷിത വേലയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാക്കൾ നേടുവാനും നമുക്ക് ഒരുമയോടെ പങ്കെടുക്കാം. ലോകത്തിൽ സാക്ഷ്യമായി ഞാൻ നിന്നിൽ ജീവിക്കാം. ഇനിമേലിൽ ഞാനല്ല, നീ എന്നിൽ ജീവിക്കാം. ലോകത്തിൽ സാക്ഷ്യമായി ഞാൻ നിന്നിൽ ജീവിക്കാം. ഇനിമേലിൽ ഞാനല്ല, നീ എന്നിൽ ജീവിക്കാം. ഈശോയെ, അങ്ങ് നൽകിയ എല്ലാ കഴിവുകളും അങ്ങയുടെ സുവിശേഷ വേലയ്ക്കായി ഉപയോഗിക്കുവാൻ എല്ലാ പ്രേക്ഷിതരെയും എല്ലാ യുവജനങ്ങളെയും തിരഞ്ഞെടുക്കണമേ. അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ എല്ലാവരും ശക്തിപ്പെടുത്തണമേ. തിരുവചനം ഇപ്രകാരം പറയുന്നു: നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, നാം മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. ആകെയായി ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. മുസ്ലിമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ
കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. 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 അറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാതിരിക്കാൻ ഒരുവനാകില്ല. കാരണം സ്നേഹം അങ്ങനെയാണ്, അവനിൽ നിറയുന്ന കരുണയും അങ്ങനെ തന്നെ. അങ്ങനെ സ്നേഹത്താൽ, കരുണയാൽ അവനെ തന്നിലേക്ക് അടുപ്പിച്ച ഓരോ വ്യക്തിയും പ്രേക്ഷിതനായി തീരുകയാണ്. തൻ്റെ പ്രേക്ഷിത ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പങ്കുവെക്കുകയാണ് യൂത്ത് ഐക്കൺ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റോസ്ന. ലെറ്റ്സ് വെൽക്കം റോസ്ന. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോസ്ന. ഞാൻ 2019 എറണാകുളം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ എബൈഡ് യുവജന ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അതുവരെ എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. പക്ഷേ അതിനൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോൾ പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നമ്മൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഏതൊരു ക്രിസ്ത്യാനി എന്നൊരു പേരിലാണ് ഏതൊരു ക്രിസ്ത്യാനിയും ചെയ്യുന്ന പോലെ. പക്ഷേ ഈ എബൈഡ് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, സങ്കടങ്ങൾ അറിയുന്ന ഒരു ഈശോ ഉണ്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈശോ ആണ് ഏകരക്ഷകൻ. അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല. പക്ഷേ എങ്കിലും ആ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ ഈശോയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും സ്നേഹിക്കുവാനും എനിക്ക് സാധിച്ചു. അപ്പം എബൈഡിൽ വന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എബൈഡിലെ പ്രേക്ഷിതരാണ്. കാരണം നമ്മളിരിക്കുന്ന ധ്യാന ഹാളിലാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്താണെങ്കിലും നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഈ പ്രേക്ഷിതരിങ്ങനെ നടക്കുന്നത് കാണാം. അപ്പോൾ അവരുടെ ആ സന്തോഷമുള്ള മുഖം, ആ പ്രാർത്ഥനയുള്ള ഒരു ജീവിതം, അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. അപ്പം എനിക്കും ഉള്ളിലൊരാഗ്രഹം തോന്നി, ഇവരെ പോലെ ആകണം, ഇവരുടെ കൂടെ ജീവിക്കണം, ഇവരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ വലിയൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്കറിയാം, എൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. എനിക്കറിയാം ദൈവം സത്യമായുള്ളൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ പിന്നെയും കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതായത് ഈശോ എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ധ്യാനത്തിൻ്റെ സമയത്ത് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ സമയത്ത്, ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണുകടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുന്നത് കുരിശിൽ കിടക്കുന്ന ഈശോയാണ്. ആ ഈശോ എന്നെ നോക്കി ഇങ്ങനെ ചോദിച്ചു, മോളെ, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ കുരിശിൽ മരിച്ചത്, എന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും ആ ചോദ്യം അത് എൻ്റെ ഹൃദയത്തിലേക്കാണ് വന്ന് കയറിയത്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എബൈഡിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു. പക്ഷേ ഇനി എന്തെങ്കിലും എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യണം. അങ്ങനെ എബൈഡിൽ ഞാൻ പ്രേക്ഷിത വേല ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ആത്മീയതാവ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു ധ്യാനം കൂടുന്നതിനേക്കാൾ കൃപയാണ് ഒരു ധ്യാനത്തിന് പ്രേക്ഷിതയായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ എബൈഡിന് പ്രേക്ഷിതയായിട്ട് വന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരുപാട് സമയം ദിവ്യകാരുണ്യ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ തന്നെ എൻ്റെ ഉള്ളിൽ ഓരോ സംശയങ്ങളും നീക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് വിശ്വാസത്തിൽ വളരുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും കൂട്ടായ്മയിൽ പ്രവർത്തിക്കുവാനൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു പ്രേക്ഷിത വേലയിൽ തുടരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും, അതായത് ഇപ്പം ധ്യാനത്തിന് വരുമ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ ആയിട്ടാണ് വരുന്നത്.
പക്ഷേ ആ ഒരു പ്രേക്ഷിത വേലയിൽ നിലനിന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അതേപോലെ വിശുദ്ധ ജോൺ പോൾ പാപ്പ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, യുവതി യുവാക്കന്മാരെ, നിങ്ങൾ തേടുന്ന സ്നേഹത്തിനും സന്തോഷത്തിനും എല്ലാം ഒരു പേരുണ്ട്. അത് നസ്രായനായ യേശു ക്രിസ്തുവാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ എബൈഡ് യുവജനധ്യാനത്തിലൂടെയാണ്. ദൈവത്തിന് നന്ദി. Christ in youth. യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. 2 ചോദ്യങ്ങൾക്കും ഉപകർത്താവെ നിനക്കെല്ലാം അറിയാമല്ലോ. 3-ാമത്തെ ചോദ്യം ഉത്തരം ഇങ്ങനെയായിരുന്നു, കർത്താവെ നിനക്കെല്ലാം അറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം. ആ 3-ാമത്തെ ചോദ്യത്തിൽ നമ്മൾ ആ നിമിഷം കാണുന്ന പത്രോസിനെയല്ല ഈശോ കണ്ടത്. ജെറുസലേമിൻ്റെ വധക്കുന്നുകളിൽ തലകീഴായി ക്രൂശിൽ തറയ്ക്കപ്പെടാൻ വിധിക്കപ്പെട്ട് തൻ്റെ ഊഴവും കാത്തു നിൽക്കുന്ന പത്രോസിനെയായിരുന്നു. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും ഇങ്ങനെ ഒരു പ്രേക്ഷിത വേലയ്ക്ക് വിളിക്കപ്പെട്ടേക്കുന്ന ആളാണ്. ഈശോ നമ്മളോടും ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ഇന്നും ചോദിക്കുന്നു, നീ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നീ ഒന്ന് കാണിക്കുന്നത് എങ്ങനെ? നീ എന്നെ മറ്റുള്ളവരിലേക്ക് അയക്കുക, എന്നെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുക. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യമാണിത്. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളായിട്ടുള്ള കൃപയൊഴുകുന്ന പ്രേക്ഷിതരായിട്ടുള്ള യുവജനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ക്രിസ്തുവിനെ ഏറ്റുപറയാൻ മടിയില്ലാത്തവർ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമുക്ക് 4 ആളുടെ മുമ്പിൽ ക്രിസ്ത്യാനിയാണെന്ന് ഒക്കെ പറയുമായിരിക്കും. പക്ഷേ അവിടുത്തെ ഏറ്റുപറയത്തക്ക മനസ്സാന്നിധ്യം നിനക്കുണ്ടോ? നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ധൈര്യം കൂടി ഒന്ന് വർദ്ധിപ്പിക്കണം. അങ്ങേ ഏറ്റുപറയുവാൻ, ഞങ്ങൾ ഇന്നും നിന്നെ അറിഞ്ഞിട്ടില്ലാത്ത, നിന്നെ അനുഭവിച്ചിട്ടില്ലാത്തവരിലേക്ക് നിന്നെ എത്തിക്കുവാൻ, നിന്നെ അറിഞ്ഞവരെ വീണ്ടും നിന്നിലേക്ക് അടുപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം നമ്മൾ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ ഈ നിമിഷങ്ങളിൽ നമ്മുടെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട്, അവിടുത്തേക്ക് അടുപ്പിക്കുന്നത്. ശിഷ്യന്മാർ പ്രേക്ഷിതരായത് എപ്പോഴാണ്? അവരൊന്നു ചേർന്ന് പ്രാർത്ഥിച്ച സമയം. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച സമയങ്ങളിലാണ് പരിശുദ്ധാത്മാവ് നിറയുന്നതും പിന്നീട് അവർ ഭയമില്ലാത്ത പ്രേക്ഷിതരായി മാറുന്നതും. ഈ നിമിഷം നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികളും കർത്താവിന്റെ ധീര പ്രേക്ഷിതരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. Christ in youth. മോക്ഷം പകർന്ന മാർഗം വെടിഞ്ഞു നീങ്ങാൻ ഇടതരല്ലേ. മോക്ഷം പകർന്ന മാർഗം നമുക്ക് പകർന്നു തന്നത് തോമാസ് ലീഹായിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക, പ്രേക്ഷിത വര്യൻ തോമായെ, നമുക്ക് വേണ്ടി ആരൊക്കെയോ നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ പകർന്നു തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം? നമുക്ക് കൂടുതൽ അറിയാം. നമ്മളോട് സംവദിക്കാനായി യുവജന ശുശ്രൂഷകനും ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഫാദർ വക്കച്ചൻ കൂമ്പയിൽ ആണ് എത്തിയിരിക്കുക. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മക്കളെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. അതും പ്രത്യേകിച്ച് യുവതി യുവാക്കൾ പ്രേക്ഷിത വേലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നറിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കള്,
അത്രയും തീക്ഷ്ണത മനസ്സിൽ പേർന്നതുകൊണ്ടും ക്രിസ്തുവിനെ അനുഭവിച്ച് രുചിച്ചറിയുന്നത് കൊണ്ടുമാണ് അങ്ങനെ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉന്നയിക്കാവുന്നതാണ്. അച്ഛാ, യേശുവിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുന്ന നിർബന്ധമുള്ള കാര്യമാണോ? ജോഷുവ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒരുമിച്ച് പറയാമല്ലോ. അപ്പോൾ അച്ഛാ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മൾ യുവാക്കൾ എന്ന രീതിയിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ യേശുവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? 2 ചോദ്യങ്ങളാണ് വന്നത്. അതായത്, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷിത വേല നിർബന്ധമാണോ? രണ്ടാമത്തത്, ഒരു യുവാവ് ഒരു യുവതി എന്ന നിലയിൽ എനിക്കെങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ പറ്റും, അതല്ലേ? സത്യത്തിൽ ചെറിയ വേദവ്യാസ പുസ്തകം തുറക്കുമ്പോൾ ചോദ്യോത്തരങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിനും മറ്റുള്ളവരെ അതിന് സഹായിക്കുന്നതിനും വേണ്ടിയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച് നിത്യരക്ഷ പ്രാപിക്കുക. രണ്ടാമത്തത്, മറ്റുള്ളവരെ അതിന് സഹായിക്കുക. അതായത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയായ, ഒരു ക്രിസ്ത്യാനിയായ എൻ്റെ കടമയാണ്. അറിഞ്ഞ് സ്നേഹിച്ചാൽ അപ്പോൾ തന്നെ അതിനെ തുടർന്ന് നടക്കുന്ന കാര്യമാണ് അതിന് മറ്റുള്ളവരെ സഹായിക്കുക. സത്യം പറഞ്ഞാൽ ഈ രണ്ടാമത്തെ കാര്യത്തിൻ്റെ പേരാണ് പ്രേക്ഷിത വേല. അപ്പോൾ ക്രിസ്ത്യാനിയായാൽ ഞാൻ ഈ ദൗത്യം പ്രേക്ഷിത വേല ചെയ്യണോ എന്ന ചോദ്യത്തിന് ഉത്തരം ക്ലിയറാണ്. ഒരു യുവാവ് ചെയ്യണോ എന്ന ചോദ്യത്തിന് ഉത്തരം ക്ലിയറാണ്. ഇനി ഫ്രാൻസിസ് പാപ്പ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർ, മിഷണറിമാർ എന്ന് 2 വാക്കുകൾ മാറ്റി മാറ്റി പറയരുത്. മറിച്ച് മിഷണറിമാരായ ശിഷ്യന്മാർ എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഈശോയെ അറിഞ്ഞവരുടെ പേരാണ് ശിഷ്യന്മാർ. അപ്പോൾ അവരെല്ലാവരും എന്താണ്? മിഷണറിമാരായ ശിഷ്യന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഈശോയെ പ്രഘോഷിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം എടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീ ഈശോ അറിഞ്ഞു ഓട്ടാനടി പോയിട്ട് അവരുടെ നാട്ടിൽ പോയിട്ട് ഞാൻ കണ്ട ക്രിസ്തുവിനെ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് കോൾഡ് പ്രേക്ഷിത വേല. ഇനി പരിശുദ്ധ അമ്മയുടെ ഒരു പ്രേക്ഷിത വേല നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഈശോയാകുന്ന സദ്വാർത്ത ഉള്ളിൽ കയറി ആ നിമിഷം തന്നെ പരിശുദ്ധമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് കോൾഡ് പ്രേക്ഷിത വേല. മനസ്സിലായ? അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ എലിസബത്തിൻ്റെ ഉദരത്തില് ശിശു പോലും കുതിച്ചു ചാടാൻ തുടങ്ങിയത്. പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ മറ്റുള്ളവർ സന്തോഷത്തിലാകും, നമ്മളും സന്തോഷത്തിലാകും. പറഞ്ഞേ ഹാലേലൂയ. ഹാലേലൂയ പറഞ്ഞ്. ഈ ഹാലേലൂയ പറച്ചിൽ എന്ന് വെച്ചാൽ ദൈവീക ദൂതന്മാരുടെ പറച്ചിലാണ് ഹാലേലൂയ. വെളിപാട് 19:3 പറയുന്നുണ്ട്. അത് പറച്ചിലും ഹാലേലൂയ പറച്ചിലും എന്താണ്? പ്രേക്ഷിത വേലയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയായ ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം അതിൽ 127-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് എങ്ങനെയാണ്? ശിഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് യേശുവിൻ്റെ സ്നേഹം എത്തിച്ചു കൊടുക്കാൻ സ്ഥിരസന്നദ്ധത ഉണ്ടായിരിക്കുക എന്നതാണ്. സ്ഥിരസന്നദ്ധത ഉണ്ടായിരിക്കുക എന്നതാണ്. ഇപ്പോൾ എനിക്ക് ഈശോയെ അറിയിച്ചു കൊടുക്കണം, നാളെ ഇല്ല എന്നുള്ളതല്ല. സ്ഥിരസന്നദ്ധത ഉണ്ടായിരിക്കുന്നതിൻ്റെ പേരാണ് പ്രേക്ഷിത പ്രവർത്തനം. അത് ഒരു വൈദികനായ വൈദികരായ ഞങ്ങൾക്ക് മാത്രമല്ല, സന്യസ്തർക്ക് മാത്രമല്ല, ഈശോയെ അറിഞ്ഞ എല്ലാവരുടെയും പ്രഥമത ഉള്ള ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ദൗത്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ. അതിൽ ഈശോയുടെ നാമത്തിൽ സഭയിൽ ഇതിൽ കാണുന്ന എല്ലാവരെയും അവരുടെയും നാമത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രേക്ഷിത വേല ചെയ്യാൻ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രേക്ഷിത വേലയായിട്ട് സഭ അംഗീകരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് തന്നെ ഒന്ന് കരങ്ങളടിക്കാം. കാരണം നിങ്ങൾക്ക് ആ മനസ്സിൽ ഒരു പ്രേരണ വന്നു എന്നുള്ളത് പ്രേക്ഷിത വേല ചെയ്യാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. ഈശോയുടെ നാമത്തിൽ ഈശോയ്ക്ക് നന്ദി പറയുന്നു, അങ്ങനെ ഒരു പ്രേരണ മക്കൾക്ക് നൽകിയതിനെ ഓർത്ത്.
നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് പ്രേക്ഷിത വേലയെക്കുറിച്ച് പറയാനായിട്ട്. ആദ്യ ശിഷ്യന്മാരുടെ എല്ലാ പ്രബോധനങ്ങളും എടുത്തു നോക്കൂ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് പത്രോസൊക്കെ ചെന്ന് പറയുന്നത് എന്താ? എന്ത് പ്രേക്ഷിത വേല? ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും പരിത്രാണ കർമ്മങ്ങളുടെ എല്ലാം ഏറ്റുപറയുന്നതായിരുന്നു പ്രേക്ഷിത വേല. ഇന്നും അത് തന്നെയാണ്. പ്രേക്ഷിത വേല മാറ്റുന്നില്ല. ഈശോ ജനിച്ചുവെന്നും ഈശോ പരസ്യജീവൻ നയിച്ചുവെന്നും ഈശോ പീഡകൾ സഹിച്ചുവെന്നും ഈശോ മരിച്ചുവെന്നും ഈശോ ഉത്ഥാനം ചെയ്തുവെന്നും ആ ഈശോ ഇന്നും ജീവിക്കുന്നുവെന്നും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ജീവിതത്തിൽ വിശ്വസിക്കുകയും അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെയും എൻ്റെയും പ്രേക്ഷിത വേലയാകുന്നു. അത് ഏറ്റെടുക്കാൻ നമുക്ക് കൂടുതൽ ശക്തി കിട്ടട്ടെ. അനേകം യുവാക്കളും മറ്റുള്ളവരും കടന്നു വരട്ടെ എന്ന് ഈശോനാമത്തിൽ ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കട്ടെ. ആമേൻ. Christ in youth. ഒരു പ്രേക്ഷിത വേല എങ്ങനെയായിരിക്കണമെന്ന് മനോഹരമായ വരികളിലൂടെ ഷാജി തുമ്പച്ചിറയിലച്ചൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിന്നെ വഹിക്കുന്ന കഴുതയാകാം, മണ്ണിൽ കൊളുത്തിയ ദീപമാകാം, നിന്നാ പരിഹാസമേറ്റുവാങ്ങിപ്പോലും നിന്ദു വ്യവചനത്തിൻ സാക്ഷിയാകാം. നിന്നെ പാരിതിൽ നൽകുവാനായിനി എന്തു വേണേലും സഹിക്കാം. അതെ, പ്രേക്ഷിത വേല അങ്ങനെയാണ്. ക്രിസ്തുവിനെ പാരിൽ നൽകാൻ എന്തും സഹിക്കാൻ തയ്യാറാകുന്നവർ. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഒരു പ്രേക്ഷിത വേലയുടെ കഥയെങ്കിലും നമുക്ക് പറയാനുണ്ടാകുമോ? അതുവരെ സൈനിങ് ഓഫ്. ക്രൈസ്റ്റ് ഇൻ യൂത്ത്.